ഗീതയുടെ മാഹാത്മ്യം പറയാൻ വേണ്ടി ഒരു ഗീതാ ധ്യാന ശ്ലോകമുണ്ട്. പാർത്ഥായ പ്രതിബോധം നമ്മൾ പാടിയത്. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് ഗീതയെക്കുറിച്ചുള്ള എല്ലാ വിവരവും ഗീതാ ധ്യാന ശ്ലോകത്തിലുണ്ട്. പാർത്ഥനായിക്കൊണ്ട് പറഞ്ഞതാണ്. പാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർജുനാണെങ്കിൽ അർജുനനോട് പറഞ്ഞതാണെങ്കിൽ നമുക്കെന്ത് പ്രസക്തി? അർജുനന്റെ പ്രശ്നം നമുക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഗീത വായിക്കേണ്ട ആവശ്യം എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ പാർത്ഥായ എന്ന് പറഞ്ഞാൽ പൃഥ്വി തത്വത്തിലുള്ളവരെന്ന് അർത്ഥം ഇന്നലെ പറഞ്ഞത്. ഓരോ വായു, ആകാശം, വായു, അഗ്നി, വെള്ളം ഒക്കെ ഉണ്ടായല്ലോ. ആ പഞ്ചീകരണ സമയത്ത് ഓരോ ഇതിലും തലങ്ങളിലും സൃഷ്ടി നടന്നുണ്ട്. അവർക്കുള്ള നിയമങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭൂമിയിലുള്ള ഭൂമിയിൽ ജനിച്ചതായ എല്ലാവർക്കും ഉള്ളതായ താത്വികവശാണ് ഗീത കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാർത്ഥായ പൃഥ്വി തത്വത്തിലുള്ളവർക്ക് വേണ്ടി എഴുതപ്പെട്ടത്. ഭഗവത നാരായണേന സ്വയം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഉള്ളിൽ നിന്ന് കിട്ടും. ഗീത വായിക്കാതെ തന്നെ ധ്യാനിക്കുകയാണെങ്കിൽ അവർക്കും ഈ തത്വങ്ങളൊക്കെ അകത്തുനിന്ന് കിട്ടുന്നത്. ഭഗവത നാരായണേന സ്വയം എന്ന് പറയാൻ കാരണം ഗീത വായിച്ചാൽ കിട്ടുന്ന ആ അർത്ഥം തന്നെ ഗീത വായിക്കാതെ തന്നെ അവനതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം ഇത് ശരിയാണോ അല്ലേന്ന്. ഭഗവതോ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം, വ്യാസനാൽ എഴുതപ്പെട്ടതെന്ന് ഒരർത്ഥമാണ്. പക്ഷെ വ്യാസേന എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്ത് തരംതിരിച്ച് എഴുതപ്പെട്ടതാണെന്ന് അർത്ഥമാണ്. വ്യാസേന ഗ്രഥം. മധ്യേ മഹാഭാരതം, മഹാഭാരതത്തിന്റെ മധ്യത്തിലൊന്ന്. മഹത്തായ ഭാസിങ്കൽ രതിയുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥനായി എഴുതപ്പെട്ടതെന്നുള്ള വേറെ അർത്ഥം. മഹത്തായ അറിവിൽ തൽപരരായി അവർക്ക് വേണ്ടി, പിന്നെ ഇമ്പാർഷ്യലായിട്ട് ഏതെങ്കിലും ഭാഗത്ത് കൂടിയിട്ടോ ഏതെങ്കിലും ഭാഗത്തെ നിരാകരിക്കാനോ അല്ലാത്ത നിഷ്പക്ഷമതിയായിട്ട് എഴുതപ്പെട്ടതെന്ന് അർത്ഥമാണ് മഹാഭാരതത്തിന്റെ അർത്ഥം. മഹത്തായ ഭാസിങ്കൽ രതിയുള്ളവർക്ക് വേണ്ടി എഴുതപ്പെട്ടാണ് മഹാഭാരതം. മധ്യസ്ഥനായിട്ട്, അതായത് പിന്നെ പാണ്ഡവന്മാരെ പക്ഷം ചേർന്ന് എഴുതിയല്ല, ദുര്യോധനക്ക് എതിരായിട്ട് എഴുതിയതുമല്ല, നിഷ്പക്ഷമായിട്ട് പ്രപഞ്ചതത്വം അങ്ങനെ തന്നെയാണ് പറഞ്ഞു. ഇപ്പൊ 100 ഡിഗ്രി ചൂടായ വെള്ളം തിളക്കും. ഇതൊരു നിഷ്പക്ഷമായിട്ടുള്ളൊരു പ്രസ്താവനയല്ലേ സയന്റിഫിക്. അതുപോലെയാണ് ഗീത. മധ്യേ മഹാഭാരതം. അദ്വൈതാമൃത വർഷിണി, അദ്വൈതമാകുന്ന അമൃതത്തെ വർഷിക്കുന്നതാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ ഒരു തത്വം മാത്രമേ ഉള്ളൂ, കോസ്മിക് കോൺഷ്യസ്നസ് മാത്രമേ ഉള്ളൂ. അതിലെ സർവസ്വമാണ്, അതിലെ പ്രതിഭാസങ്ങളാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവനും. അദ്വൈതം അമൃതം ഇതിൽ ഒരിക്കലും നാശമില്ലാത്തതാണ്. ആ ശക്തിക്ക് ഒരു നാശമില്ല, എന്നും ഒരേമാതിരി നിലനിൽക്കുന്നു. അതിലുണ്ടാവുന്നു, നിലനിൽക്കുന്നു, അതിൽ തന്നെ ഇല്ലായ്മയെ പ്രാപിക്കുന്നു. പക്ഷെ അതിന് നാശമില്ല. എല്ലാം കൂടി കൂടിയതാണ് ജീവിതം. ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. ആത്മീയം എന്ന് പറഞ്ഞാൽ ഭൗതികമുണ്ട്. അമ്മ ഗീത കേൾക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഓടിപ്പോയി ചോറ് എന്തോ നോക്കും. അതും ഇതെല്ലാം കൂടി ഒന്നാണല്ലോ. ഇതും വേണം. അദ്വൈതാമൃതം. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ ഒരു കോസ്മിക് കോൺഷ്യസ് മാത്രമേ ഉള്ളൂ. ആ കോസ്മിക് കോൺഷ്യസ്നസിന് യാതൊരു നാശമില്ല. അമൃതാണ്, മരണമില്ലാത്ത ഒരു ഏക ബോധത്തിലെ പ്രതിഭാസങ്ങളാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവനും. നമ്മൾ ആ ബോധമാണ്. നമ്മൾ കണ്ണുകൂടി ഇങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് പലതും സംഭവിക്കുന്നുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. ആ കാഴ്ചേനെ ബാധിക്കുന്നില്ലല്ലോ. അത് നോക്കി കാണുന്ന കാഴ്ചപ്പാടിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ആ കാഴ്ച നമ്മൾ ഇന്നലെ അവിടെ പോയി ഇവിടെ പോയി എല്ലാം പലതും കാണുന്നുണ്ട്. അവിടെയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ കാഴ്ചയ്ക്ക് യാതൊരു മാറ്റമില്ല. ആ ബോധം, ഈ കണ്ണുകൂടി നോക്കുന്ന ബോധത്തിനെ അതൊന്നും ബാധിക്കുന്നില്ല. ഈ ബ്രഹ്മാണ്ടത്തിലെ ഒന്നും ബാധിക്കാത്ത ഒരു ദൃഷ്ടാവാണ് ഞാൻ. ആ ബോധം തന്നെയാണ് സർവസ്വമായത്. ആ ബോധമാണ് എല്ലാമായത്. അതുകൊണ്ട് ഒന്നിനേക്കാളും മറ്റൊന്നും നേരെ താഴെയല്ല, ഈക്വലാണ്. ആണ് സമദൃഷ്ടി എന്ന് പറയുന്നത്. ശൗചം എന്ന് പറഞ്ഞില്ലേ, അലർപ്പില്ലാത്ത എന്ന് പറയില്ലേ. അദ്വൈതം അമൃതാണ്. ആ ശക്തിക്ക് യാതൊരു നാശമില്ല. നമ്മളാ ബോധമാണെങ്കിൽ ആ ബോധത്തിന് യാതൊരു നാശമില്ല. അതിന് ജനനമില്ല, മരണമില്ല, പ്രതിഷേധങ്ങളൊന്നുമില്ല. നമുക്കതേമാതിരി യാതൊന്നുമില്ല, പ്രതിഷേധികളൊന്നുമില്ല, ജനനമില്ല, മരണമില്ല. നമ്മളാ ബോധമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ബോധമാണ് ഞാൻ എന്നറിയലാണ് നമ്മുടെ ഉദ്ദേശം. അത് അറിയിക്കാനാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ, വേദം മുതൽക്കെല്ലാം നിലകൊള്ളുന്നത്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് ചുരുക്കി
ലളിതവൽക്കരിച്ച് നമുക്ക് ഗ്രഹിക്കാവുന്ന രൂപത്തിലാക്കി തന്നിരിക്കുകയാണ് ഇപ്പോൾ ഭഗവത്ഗീത എന്നുള്ള രൂപത്തിൽ. വേദവ്യാസൻ അദ്വൈതാമൃത വർഷിണി ഭഗവതിയാണ്. ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗങ്ങളോട് കൂടിയവൾ. ഭഗങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാന, ഐശ്വര്യ, ശക്തി, ബല, വീര്യ, തേജസ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഇത് ബോധിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ മഹാബോധാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനുണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. ജ്ഞാന, ഐശ്വര്യ, ബലം, വീര്യം, തേജസ് ഇതുണ്ടാവും. അപ്പം അതാണ് ഭഗങ്ങൾ എന്ന് പറയുന്നത്. ഭഗങ്ങളോട് കൂടിയതാണ്, ഭഗങ്ങളെ പ്രദാനം ചെയ്യുന്ന ഇതാണ് ഭഗവതി എന്ന് പറയുന്നത്. ഭഗവതി അഷ്ടാദശാധ്യായം 8, 10, 18 അധ്യായങ്ങളോട് കൂടിയവളാണ്. അമ്മ എന്നാണ്. അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാരം കൊടുത്ത് പോഷിപ്പിക്കുകയും കുളിപ്പിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സംസാരമാകുന്ന മലം ഇല്ലാതാക്കുന്നതാണ്. സംസാരം എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതാക്കുന്ന, അതിൽ നിന്ന് നമ്മളെ ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ ആത്മാവാണ് ഞാൻ എന്നുള്ള ബോധത്വം കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്യാണ്. അതുകൊണ്ട് അമ്പ. ത്വാമനുസന്ധതാമി, നിന്നെ അനുസന്ധാനം ചെയ്താൽ ഭഗവത്ഗീതയെ ഭവദ്വേഷിണിയാണ് ഭഗവത്ഗീത. ഭവം എന്ന് പറഞ്ഞാൽ ജനിച്ചതുകൊണ്ട് നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ, ഒരുപാട് പ്രാരബ്ധങ്ങളൊക്കെ വന്നു ചേർന്നു. ആ ജന്മം കൊണ്ട് വന്നതല്ലേ അത്. അതിനെ മുഴുവൻ ഇല്ലാതാക്കി തരും ഭഗവത്ഗീത. ഭവദ്വേഷിണി, ഭവത്തെ ദ്വേഷിക്കും. എന്തൊക്കെ ഉണ്ടോ, അതായത് നമ്മളിപ്പോൾ രാത്രി ഉറങ്ങി സ്വപ്നം കണ്ടതിൽ ഒരു പെരുമ്പാമ്പ് നമ്മളെ വിഴുങ്ങി നിൽക്കാം, വളരെയധികം ക്ലേശം നമ്മൾ അനുഭവിക്കുകയാണ്. അതിനൊക്കെ കാരണം എന്താണ്? ഉറങ്ങിയതുകൊണ്ട്. അപ്പോൾ ഈ നിദ്രയാണ് കാരണം. ആ നിദ്രയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാലോ അതൊന്നും ഇല്ലാത്തതെന്ന് ബോധ്യമാകുമല്ലോ. അതുപോലെയാണ് ഭഗവത്ഗീത നമ്മളെ ഉണർത്തുന്നതാണ്. ഈ സ്വപ്നത്തിൽ ഭവരോഗത്തിൽ നിന്ന് ഉണർത്തി ഇതൊന്നും ഇല്ലാത്തതാണ്, ഇതൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയില്ല, എനിക്കതൊന്നും ബാധകമല്ല, അത് ബാധിക്കുന്ന ശരീരം, മനസ്സും ബുദ്ധി ഞാനല്ല, ഞാൻ ഇതൊക്കെ നോക്കിക്കാണുന്ന ദൃഷ്ടാവ് മാത്രമാണ് എന്ന ബോധത്തെ നൽകുന്നതാണ്. ഭവിച്ചത്. ഈ ഭവിച്ചത് ഉറക്കാണല്ലോ ഭവിച്ചത്. അതുകൊണ്ടാണല്ലോ ഈ ദുസ്വപ്നങ്ങളൊക്കെ ഉണ്ടായത്, ക്ലേശിച്ചത്. ഭവദ്വേഷിണി, അങ്ങനത്തെ ഭവത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. അതായത് ഉണർത്തുന്നതാണ്, സ്വപ്നത്തിൽ നിന്ന് ഉണർത്തുന്നതാണ് ഈ ഭഗവത്ഗീത എന്നർത്ഥമുള്ളത്. അദ്വൈതാമൃത വർഷിണി, ഇവിടെ ആകെ ഒറ്റ ശക്തി ഭഗവതി. അഷ്ടാദശാധ്യാനി അമ്പ. ത്വാമനുസന്ധതാമി ഭഗവത്ഗീതയെ ഭവദ്വേഷി. വേദവ്യാസന് നമസ്കരിക്കും. നമസ്തുതേ നമസ്തുതേ വ്യാസ വിശാലബുദ്ധി. വിശാലബുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാം സർവജ്ഞ എന്നർത്ഥം. എന്തെങ്കിലും ഒന്നും അറിയാൻ ബാക്കിയുണ്ടാവില്ല. വിശാലബുദ്ധി. പുല്ലാരവിന്ദായ പത്ര നേത്ര, വിടർന്ന താമരപ്പൂവിന്റെ ദളങ്ങളെ പോലെ വിടർന്ന കണ്ണോട് കൂടിയ ആള്. താമര സൂര്യന് നേരെയാണല്ലോ വിടര. അതുപോലെ അദ്ദേഹം കണ്ണ് മുഴുവൻ തുറന്നിരിക്കുന്ന ജ്ഞാനത്തിലാണെന്നർത്ഥം. സൂര്യൻ എന്ന് പറഞ്ഞ ജ്ഞാനം. അതാണ് സ്തോത്രവേത്രയിക. 2 ആയുധങ്ങളാണ് കൃഷ്ണന്റെ കയ്യിൽ. ഒന്നില് ചമ്മട്ടിക്കോല്, മറ്റേല് ജ്ഞാനമുദ്ര. വിളക്ക്. ഒരു കയ്യിൽ വിളക്ക്, ഒരു കയ്യിൽ വടി. അപ്പൊ മുമ്പിലൊക്കെ പാമ്പുണ്ടെന്ന് സംശയം വരികയാണ്. ഒന്നിൽ വിളക്ക് നോക്കിയിട്ട് പാമ്പല്ലാന്ന് വെച്ച് കർമ്മമില്ലാതെ അങ്ങ് കടന്നു പോവാം. ആ വിളക്കില്ലെങ്കിൽ പാമ്പ് ഇതുകൊണ്ട് തല്ലി ചത്തുണ്ടാകുന്ന നിഗമനത്തിൽ അതിനെ തോണ്ടിക്കളഞ്ഞിട്ട് പോവാം. 2 മാർഗ്ഗമുള്ളൂ. ഒന്ന് കർമ്മമാർഗം, ഒന്ന് ജ്ഞാനമാർഗം. ഈ 2 മാർഗത്തെയാണ് റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ ജ്ഞാനം കൊണ്ട്, വെളിച്ചം കൊണ്ട് കർമ്മമില്ലാത്ത അവസ്ഥയിൽ കടന്നു പോവാം. വെളിച്ചമില്ലെങ്കിൽ കർമ്മം കൊണ്ട്. ലോകെ അസ്മിൻ ദ്വിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനഖ ഗീതയുണ്ട്. 2 മാർഗങ്ങളാണ് എന്നാൽ പറയപ്പെട്ടിരിക്കുന്നത്. പണ്ട് മുതലേ ജ്ഞാനയോഗേന സാഖ്യാനം, സാഖ്യം കൊണ്ട് ജ്ഞാനയോഗം കൊണ്ട് സാഖ്യന്മാരും, കർമ്മയോഗേന യോഗേന, കർമ്മമാർഗം ജ്ഞാനമാർഗം 2 മാർഗങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ജ്ഞാനമാർഗത്തിൽ കൂടെ വളരെ എളുപ്പമായി പെട്ടെന്ന് പോവാലോ. കാര്യങ്ങൾ വെളിച്ചം നോക്കി പാമ്പാണോ കയറാണോ തീരുമാനിച്ചു. മറ്റേത് വെറുതെ അടിക്കണ്ടേ കുറെ. ശങ്കരാചാര്യ വിളക്കടിച്ചിട്ട് ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോക്ക്.